മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ. മുഖ്യമന്ത്രി VIP പരിഗണനയോടെയല്ല, മറിച്ച് ക്ഷേത്രത്തിലെ കൃത്യമായ ചട്ടങ്ങളും ഭക്തർക്കുള്ള സൗകര്യങ്ങളും മുൻനിർത്തി തന്നെയാണ് ദർശനം നടത്തിയതെന്ന് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. നെയ്വിളക്ക് ചീട്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ യാതൊരുവിധ വിലക്കും നിലവിലില്ല. കോടതി ഉത്തരവുണ്ടെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. പൊതു അവധി ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ ഉച്ചവരെ പ്രത്യേക ക്യൂ ദർശനം അനുവദിക്കാറില്ല. എന്നാൽ നെയ്വിളക്ക് വഴിപാടിലൂടെ പ്രത്യേക ദർശനം അനുവദിക്കാറുമുണ്ട്. ഇത് ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനപ്രകാരം നിലവിലുള്ളതാണെന്നും ഇതിൽ കോടതിയുടെ മറ്റു ഉത്തരവുകൾ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി ഗുരുവായൂരിലെത്തിയത്. തുടർന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ 5 പേർക്ക് ഒന്നിച്ച് കയറാൻ സാധിക്കുന്ന 4500 രൂപയുടെ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കുകയായിരുന്നു. ടിക്കറ്റ് താൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഈ ഷീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഗൺമാൻ, കോൺഗ്രസ് പ്രവർത്തകനായ ഗോപാലകൃഷ്ണൻ, പോലീസിന്റെ ലൈസൺ ഓഫീസർ കൃഷ്ണകുമാർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ അടങ്ങുന്ന സംഘം ദർശനം നടത്തിയത്. അഡ്മിനിസ്ട്രേറ്റർക്ക് ഔദ്യോഗികമായി ടിക്കറ്റിന്റെ ആവശ്യമില്ലാത്തതിനാൽ 5 പേരുടെ ടിക്കറ്റിൽ ചട്ടപ്രകാരം തന്നെയാണ് മുഖ്യമന്ത്രിയും സംഘവും ദർശനത്തിനായി കയറിയത്. തന്റെ ദർശനം കാരണം ഒരു ഭക്തന് പോലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കടന്നുപോകാനായി സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തരെ തടയാൻ ശ്രമിച്ചപ്പോൾ അവരോടൊപ്പം തന്നെ താൻ ദർശനം നടത്തുന്നേയുള്ളൂ, ആരെയും തടയരുത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ദർശനം കഴിഞ്ഞ് നാലമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുന്നതിനിടെ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം കൊണ്ടുപോകാനായി കയർ കെട്ടി ഭക്തരെ നിയന്ത്രിച്ചിരുന്നു. ഈ സമയത്ത് ചടങ്ങുകൾ തടസ്സപ്പെടാതെ ഏകദേശം 15 മിനിറ്റോളം ഭക്തർക്കിടയിൽ ഒരു സാധാരണക്കാരനെ പോലെ മുഖ്യമന്ത്രി കാത്തുനിന്നു. ചടങ്ങുകൾ നിർത്തിവെച്ച് മുഖ്യമന്ത്രിയെ കടത്തിവിടട്ടെയെന്ന് തിരുമേനിമാർ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഒരു ചടങ്ങുകളും മുടക്കുവാനോ മാറ്റിവെക്കാനോ പാടില്ല എന്ന് അദ്ദേഹം കർശനമായി നിർദ്ദേശിക്കുകയായിരുന്നുവെന്നും നിവേദ്യ ചടങ്ങുകൾ പൂർണ്ണമായും അവസാനിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത് എന്നും അഡ്മിനിസ്ട്രേറ്റർ കൂട്ടിച്ചേർത്തു. അദ്ദേഹം ദർശനത്തിന് ശേഷം അയ്യപ്പൻ നട തൊഴുത് കറങ്ങി വരുന്ന സമയത്ത് അവിടെ നിവേദ്യം അമ്പലത്തിലേക്ക് നേദ്യം കൊണ്ടുപോയി കയറ് കെട്ടിയിരിക്കുകയായിരുന്നു. ഈ കയറ് കെട്ടിയിരുന്നത് ഏകദേശം ഒരു 15 മിനിറ്റോളം അദ്ദേഹം അത് തീരുന്നത് വരെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ നിന്ന് ആ മൊത്തം പ്രവൃത്തിയും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. ഇടയ്ക്ക് വന്ന് തിരുമേനിമാർ വന്ന് ചോദിച്ചിരുന്നു, ഇത് നിർത്തി വെച്ചിട്ട് കടത്തിപ്പോണോ, ഒരു ചടങ്ങുകളും എനിക്ക് വേണ്ടി മുടക്കാവോ മാറ്റിവെക്കോ ഒന്നും വേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചാണ് ഇന്നലെ അദ്ദേഹം ദർശനം നടത്തിപ്പോയത്.